നടൻ മണിയൻപിള്ള രാജു ഉൾപ്പെട്ട വാഹന അപകടവും അതിനെ തുടർന്നുണ്ടായ നാടകീയ നീക്കങ്ങളും കേരള സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. നിയമത്തെയും സംവിധാനങ്ങളെയും വെല്ലുവിളിക്കുന്ന രീതിയിൽ ഒരു തിരക്കഥ പോലെ ആസൂത്രണം ചെയ്യപ്പെട്ട നീക്കങ്ങളാണോ അപകടത്തിന് ശേഷം നടന്നതെന്ന ഗൗരവകരമായ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. മലയാള സിനിമയിലെ പ്രിയങ്കരനായ നടൻ എന്ന നിലയിൽ മണിയൻപിള്ള രാജുവിന് വലിയൊരു ആരാധക വൃന്ദമുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി തിരുവനന്തപുരം വഴുതക്കാട് ട്രിവാൻഡ്രം ക്ലബിന് മുന്നിലുണ്ടായ വാഹന അപകടവും അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റവും ഈ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ്. രണ്ട് യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും അവർ റോഡിൽ ചോര വാർന്ന് കിടക്കുകയും ചെയ്തപ്പോൾ സഹായത്തിന് എത്തേണ്ട താരം തന്റെ ആഡംബര വോൾവോ കാറുമായി നിർത്താതെ പോയത് തികച്ചും മനുഷ്യത്വരഹിതമായ നടപടിയാണെന്ന ആക്ഷേപം ശക്തമാണ്. രാത്രി 10 മണിയോടെയാണ് സംഭവം നടക്കുന്നത്. സുബ്രഹ്മണ്യം ഹാളിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മടങ്ങുകയായിരുന്നു താരം. ട്രിവാൻഡ്രം ക്ലബിന് മുൻവശത്ത് വെച്ച് മണിയൻപിള്ള രാജുവിന്റെ കാർ ബൈക്ക് യാത്രികരെ ഇടിച്ചു തെറിപ്പിച്ചു. നിവേദ് കൃഷ്ണ, സൂരജ് എന്നീ യുവാക്കൾക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. നിവേദിന്റെ കാലുകൾ തകർന്നു പോയിട്ടുണ്ട്. സൂരജിന്റെ നട്ടലിന് ഒടിവുണ്ട്. ഇരുവരും നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. സാധാരണഗതിയിൽ ഒരു അപകടം ഉണ്ടായാൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കുക എന്നതാണ് പ്രാഥമികമായ ധർമ്മം. എന്നാൽ ഇവിടെ താരം വണ്ടി നിർത്താതെ പോവുകയാണ് ചെയ്തത്. പോലീസ് ആസ്ഥാനത്തിന് തൊട്ടടുത്ത് വെച്ചാണ് ഈ ക്രൂരത നടന്നതെന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഈ സംഭവത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് അപകടം നടന്ന രാത്രി 10 മണി മുതൽ പിറ്റേന്ന് രാവിലെ 6 മണി വരെയുള്ള ആ 8 മണിക്കൂറാണ്. നിയമത്തെയും ശാസ്ത്രീയ പരിശോധനകളെയും അട്ടിമറിക്കാൻ കൃത്യമായ അറിവുള്ള ആരുടെ ബുദ്ധി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മദ്യപിച്ച വാഹനം ഓടിച്ചുവെന്ന് തെളിയിക്കണമെങ്കിൽ അപകടം നടന്ന് 8 മണിക്കൂറിനുള്ളിൽ രക്തപരിശോധന നടത്തേണ്ടതുണ്ട്. 8 മണിക്കൂർ കഴിഞ്ഞാൽ രക്തത്തിലെ മദ്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്തുക പ്രായോഗികമായി ബുദ്ധിമുട്ടാണ്. അപകടം നടന്ന ഉടനെ താരം തന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയും അപ്രതീക്ഷിതനാവുകയും ചെയ്തു. പോലീസ് കാവടിയാറിലെ വീട്ടിലെത്തിയപ്പോൾ താരം അവിടെ ഇല്ലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ രാവിലെ 6 മണി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീട്ടിൽ ഹാജരാവുകയും ഫോൺ ഓൺ ആവുകയും ചെയ്തു. ഈ കൃത്യമായ സമയക്രമം കേവലം യാദൃച്ഛികമല്ലെന്ന് ആർക്കും മനസ്സിലാക്കാവുന്നതാണ്. അപകടം നടന്ന ഉടനെ താരം ഒരു ഉന്നതനെ ബന്ധപ്പെട്ടതായി സൂചനയുണ്ട്. ഗതാഗത നിയമങ്ങളെക്കുറിച്ച് എപ്പോഴും വാചാലനാകുന്ന ഈ വ്യക്തിയുടെ നിർദ്ദേശപ്രകാരമാണോ താരം മുങ്ങിയത് എന്ന സംശയം ബലപ്പെടുകയാണ്. നിയമത്തിന്റെ വഴിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് ഉപദേശിക്കാൻ തക്ക ശേഷിയുള്ള ആരുടെ ഇടപെടൽ ഇവിടെ നടന്നിട്ടുണ്ട്. പരിക്കേറ്റവരെ സഹായിക്കുന്നതിനേക്കാൾ മുൻഗണന നിയമക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായിരുന്നു എന്ന് ഇതിലൂടെ വ്യക്തമാകുന്നു. ഭയം കാരണമാണ് താൻ നിർത്താതെ പോയതെന്നും ബൈക്ക് കാറിന് പിന്നിൽ ഇടിക്കുകയായിരുന്നു എന്നുമാണ് മണിയൻപിള്ള രാജു ഇപ്പോൾ അവകാശപ്പെടുന്നത്. എന്നാൽ കാർ ഓടിച്ചിരുന്നത് താൻ തന്നെയാണെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. ക്യാൻസർ പോലുള്ള രോഗങ്ങളെ അതിജീവിച്ച വ്യക്തിയായതിനാൽ അദ്ദേഹം മദ്യപിക്കില്ലെന്ന വാദം ചിലർ ഉയർത്തുന്നുണ്ടെങ്കിലും അപകടം നടന്ന ഉടനെ ഒളിവിൽ പോയത് എന്തിനായിരുന്നു എന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടിയില്ല. മദ്യപിച്ചില്ലെങ്കിൽ പരിശോധനയെ ഭയപ്പെടേണ്ട കാര്യം എന്തായിരുന്നു? ട്രിവാൻഡ്രം ക്ലബ്ബ് പോലുള്ള മദ്യലഭ്യതയുള്ള ഒരിടത്തു നിന്നാണ് കാർ പുറത്തേക്ക് വന്നതെന്നത് സംശയത്തിന്റെ ആഴം കൂട്ടുന്നു. മദ്യപിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ പോലീസിന് മുന്നിൽ ഹാജരായി പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാൻ അദ്ദേഹം മുൻകൈ എടുക്കുമായിരുന്നു. അപകടം ഉണ്ടാക്കി നിർത്താതെ പോകുന്നത് നിയമപരമായി വലിയ കുറ്റമാണ്. പരിക്കേറ്റവർക്ക് സഹായം നൽകാതിരിക്കുന്നത് ശിക്ഷാർഹമാണ്. ഇവിടെ യുവാക്കളുടെ നില അതീവ ഗുരുതരമായി തുടരുമ്പോഴും താരം തന്റെ സ്വാധീനം ഉപയോഗിച്ച് കേസ് ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന ആശങ്കയും പൊതുസമൂഹത്തിനുണ്ട്. പോലീസ് ഈ വിഷയത്തിൽ എത്രത്തോളം നിഷ്പക്ഷമായി ഇടപെടുമെന്നതും കണ്ടറിയണം. സാങ്കേതികമായി 8 മണിക്കൂർ പരിധി കഴിഞ്ഞതിനാൽ മദ്യപാനം തെളിയിക്കുക പ്രയാസമായിരിക്കും. എന്നാൽ CCTV ദൃശ്യങ്ങളും സാഹചര്യ തെളിവുകളും താരത്തിനെതിരാണ്. ഒരു സിനിമാ തിരക്കഥയിൽ എന്ന പോലെ വില്ലൻ വേഷത്തിലേക്കാണ് മണിയൻപിള്ള രാജു എന്ന നടൻ ഈ സംഭവത്തിലൂടെ മാറിയിരിക്കുന്നത്. കലാരംഗത്ത് എത്ര ഉയരത്തിലാണെങ്കിലും നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത പോലീസിനും സർക്കാരിനുമുണ്ട്. പരിക്കേറ്റ യുവാക്കളുടെ ഭാവി തന്നെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഉന്നത സ്വാധീനങ്ങൾക്ക് വഴങ്ങാതെ നീതി നടപ്പിലാക്കുക എന്നതാണ് പ്രധാന ദൗത്യം. നിയമത്തിന്റെ പഴുതുകൾ നോക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവർക്ക് ഈ സംഭവം ഒരു താക്കീതാകണം. മനുഷ്യജീവനേക്കാൾ വലുതല്ല ഒരു സെലിബ്രിറ്റി പദവിയും എന്ന് തെളിയിക്കേണ്ടിയിരിക്കുന്നു. ശ്രദ്ധയില്ലാതെ വാഹനം ഓടിച്ചതിനും പരിക്കേൽപ്പിച്ചതിനും IPC BNS വകുപ്പുകൾ പ്രകാരം പ്രാഥമികമായി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ അപകടം നടന്ന ഉടനെ വൈദ്യപരിശോധന നടത്താൻ സാധിക്കാത്തത് പോലീസിന്റെ വലിയ വീഴ്ചയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഒളിവിൽ പോയി 8 മണിക്കൂർ കഴിഞ്ഞ് മടങ്ങിയെത്തിയ ശേഷമാണ് താരത്തിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയത്. താൻ തന്നെയാണ് വണ്ടി ഓടിച്ചതെന്ന് അദ്ദേഹം സമ്മതിച്ചെങ്കിലും രക്തപരിശോധനയുടെ പ്രസക്തി നഷ്ടപ്പെട്ടതിനാൽ മദ്യപാനം തെളിയിക്കാനുള്ള പഴുതുകൾ അടഞ്ഞ നിലയിലാണ്. അപകടമുണ്ടാക്കിയ വോൾവോ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പരിശോധനകൾ പൂർത്തിയാക്കി.
മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ കാർ പരിശോധിക്കുകയും തകരാറുകളൊന്നും തന്നെയില്ലെന്ന് പ്രാഥമികമായി വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രമുഖ നടനായതുകൊണ്ട് തന്നെ ഉന്നത തലങ്ങളിൽ നിന്നും പോലീസിന് മേൽ സമ്മർദ്ദമുണ്ടെന്ന് പരിക്കേറ്റ യുവാക്കളുടെ ബന്ധുക്കളും ആരോപിക്കുന്നു. പരിക്കേറ്റവർക്ക് നീതി ലഭിക്കണമെങ്കിൽ CCTV ദൃശ്യങ്ങളും സാക്ഷിമൊഴികളും അടിസ്ഥാനമാക്കി ശക്തമായ ചാർജ് ഷീറ്റ് പോലീസ് സമർപ്പിക്കേണ്ടതുണ്ട്.